ഷീജ, ഒരുപക്ഷേ മന്ത്രി എം.ബി. രാജേഷ് ഇന്ന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിദരിദ്രരെ എങ്ങനെ കണ്ടെത്തി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിദാരിദ്ര്യമുക്തമായി സംസ്ഥാനം മാറി എന്നുള്ളതിലും ആർക്കും സംശയമില്ല. പക്ഷേ ഈ എന്തായിരുന്നു മാനദണ്ഡം എന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചിലർ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ചില വിദഗ്ധർ അവർക്കുള്ള മറുപടിയാണ് കൃത്യമായി ഇന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞത്. ഒപ്പം തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്കെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർക്കും കൃത്യമായ മറുപടി നൽകാൻ മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ചരിത്ര ദിനത്തിലേക്ക് കടക്കുമ്പോൾ പോലും ചില കുത്തിത്തിരിപ്പുകളുണ്ട്. അവർക്ക് കൃത്യമായ മറുപടി നൽകാൻ എം.ബി. രാജേഷിന് കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ? തീർച്ചയായും സിജു, അതായത് കേരളം ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നു, അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. അതിന്റെ പ്രഖ്യാപനമാണ് നാളെ നടക്കാൻ പോകുന്നത്. അത് ഇന്ത്യയിൽ എന്നുള്ളതല്ല, ചൈനയ്ക്ക് ശേഷം അത്തരത്തിൽ ഒരു നേട്ടം സ്വന്തമാക്കുന്ന, അതും ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമായി കേരളം മാറുന്ന അത്തരത്തിൽ വലിയ നേട്ടം സ്വന്തമാക്കുമ്പോൾ അതിനെതിരെ ചില പ്രചരണവുമായി ചിലർ രംഗത്ത് വരുന്നു. അതിൽ ഒന്നാണ് അദ്ദേഹം സൂചിപ്പിച്ച ഈ മോദി ഗവൺമെന്റിനാണ് ഇതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്ന BJP സംസ്ഥാന അധ്യക്ഷന്റെ വാദം. അപ്പോൾ മന്ത്രി തന്നെ ചോദിക്കുന്നത്, അങ്ങനെ മോദി സർക്കാരിനാണ് ഇതിന്റെ ക്രെഡിറ്റ് എങ്കിൽ മോദി സർക്കാർ ക്രെഡിറ്റ് കാണിക്കേണ്ടത് മുഴുവൻ സംസ്ഥാനങ്ങളെയും അതിദാരിദ്ര്യ മുക്തമാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയല്ലേ ചെയ്യേണ്ടത്? അതിന്റെ ക്രെഡിറ്റ് അവർക്ക് എടുക്കാമല്ലോ എന്നുള്ള കാര്യമാണ്. സംസ്ഥാനം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസ്ഥാനത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. മറ്റൊരു വിഷയം ഉയർന്നു വന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായിരുന്നു മാനദണ്ഡം, ഈ ഗുണഭോക്താക്കളൊക്കെ അർഹതപ്പെട്ടവർ തന്നെയാണോ എന്നുള്ള ചോദ്യവുമായി ചില വിദഗ്ധർ രംഗത്തെത്തിയിട്ടുണ്ട്. വിദഗ്ധരുടെ കയ്യൊപ്പുമായി ഒരു കത്തൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വിദഗ്ധരുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ പ്രക്രിയ ആരംഭിക്കുന്നത് 2021 LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്ന് അതിനുശേഷം ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗം. ആ മന്ത്രിസഭാ യോഗമാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത്, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. അതിനുശേഷമാണ് അതിന്റെ മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്നത്. അതിന്റെ മാനദണ്ഡങ്ങളിൽ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് ആരൊക്കെയായിരിക്കും ഇതിന്റെ ഗുണഭോക്താക്കൾ. കാരണം ഒരു തരത്തിലും സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ഒരു തരത്തിലും കൈപ്പറ്റാത്ത ജനവിഭാഗം, അതോടൊപ്പം തന്നെ അവർ ചിലർ ജീവിച്ചിരിക്കുന്നു എന്നതിന് പോലും തെളിവില്ലാത്തവർ, അത്തരത്തിലുള്ളവർ വരെ സംസ്ഥാനത്തുണ്ടായിരുന്നു. അവരെ കണ്ടെത്തി അവർക്കൊരു ജീവിത മാർഗം ഉണ്ടാക്കി കൊടുക്കുക, അതാണ് സംസ്ഥാന സർക്കാർ ഈ അതിദാരിദ്ര്യ മുക്തത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. അതിന്റെ ഭാഗമായി കൃത്യമായ രീതിയിൽ മാനദണ്ഡം തയ്യാറാക്കിയതിനു ശേഷമാണ് 1 ലക്ഷത്തിലധികം പേരുടെ ഒരു പട്ടിക തയ്യാറാകുന്നു. ആ പട്ടികയിൽ വിവിധ തലത്തിൽ വാർഡ് തലങ്ങളിൽ പരിശോധന നടത്തുന്നു. ഏറ്റവും ഒടുവിലായി ഗ്രാമസഭകൾ അതിന് അംഗീകാരം നൽകുന്നു. അങ്ങനെയാണ് ആ പൂർണ്ണമായിട്ടുള്ള പട്ടിക തയ്യാറായത്. ആ പൂർണ്ണമായിട്ടുള്ള പട്ടികയിൽ കൃത്യമായ രീതിയിൽ ഇവർക്ക് തന്നെ ഈ ഇന്നിപ്പോൾ വിഷയങ്ങൾ ഉയർത്തി ചോദ്യങ്ങളുമായി രംഗത്തെത്തിയവർക്ക് അന്ന് ഇറങ്ങിയ മാനദണ്ഡങ്ങൾ പരിശോധിച്ചാൽ 2021 ജൂലൈ 17-നാണ് ഈ മാനദണ്ഡങ്ങൾ ഇറങ്ങുന്നത്. അന്ന് അവർക്ക് വിമർശനം ഉണ്ടായിരുന്നെങ്കിൽ ഉന്നയിക്കാമായിരുന്നു, അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ സർക്കാർ പരിശോധിക്കുമായിരുന്നു എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രഖ്യാപനം നടക്കുന്നതിന്റെ തലേ ദിവസം ഇങ്ങനെയുള്ള ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്, അത് ചിലരുടെ പ്രചരണത്തിന്റെ ഭാഗമാകാൻ ഈ വിദഗ്ധർ തന്നെ നിന്നുകൊടുക്കുന്നു എന്നുള്ളതാണ്. അത് തീർത്തും ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സുതാര്യമാണ്. അത് കൃത്യമായ രീതിയിൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ പൊതുമണ്ഡലത്തിലടക്കം ലഭ്യമാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള നീക്കങ്ങൾ അത് സർക്കാരിനെതിരെ വിലപ്പോകില്ല എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി എം.ബി. രാജേഷ് വ്യക്തമാക്കിയത്. സിജു.